ഇപ്പൊ നമ്മൾ ജി ഡി പി കാൽക്കുലേഷൻ ടെക്നിക്കിലാണ് നമ്മൾ വന്ന് എത്തി നിൽക്കുന്നത് അല്ലെ. ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ 3 ടെക്നിക്ക് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് മെത്തഡ്, ഇൻകം മെത്തഡ്, എക്സ്പെൻഡിച്ചർ മെത്തഡ്. ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ഇൻകം മെത്തഡും അതേപോലെ തന്നെ ഔട്ട്പുട്ട് മെത്തഡാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഒരു എക്കണോമിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റി, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഓർമ്മയിൽ നിൽക്കുന്നത്, ഏറ്റവും ബേസിക് ആയിട്ട് നടക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത് 4 ഫാക്ടേഴ്സ് ആണ്, വിച്ച് ഈസ് കോൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ആരൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ് അല്ലെ. ഓവർ ദി പീരീഡ് നമ്മൾ അറിയാതെ തന്നെ ഈ 4 ഫാക്ടേഴ്സ് നമ്മൾ ഓർക്കാൻ തുടങ്ങുന്നില്ലേ? അതെന്തുകൊണ്ടാ? പലതവണ റിപ്പീറ്റ് ചെയ്യും, പഠിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് 2 ടൈപ്പ് ജി ഡി പി കാൽക്കുലേഷനിലേക്ക് എത്തുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ ടെക്നിക്കിന് ഞാൻ ഇൻകം മെത്തഡ് അല്ലെ. ഈ ഇൻകം മെത്തഡിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താ? ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാണ്? ഹൗസ് ഹോൾഡ് ചില സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. എന്താണ്? ലാൻഡ് എന്ന് പറയുന്ന സർവീസ് കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലാൻഡ് ആ സർവീസിന് ഇക്വലന്റ് ആയിട്ട് ഒരു ഇൻകം കൊടുക്കും. എന്താണ് ആ ഇൻകത്തിന്റെ പേര്? റെന്റ്. ലേബർ എന്ന് പറയുന്ന ഒരു സർവീസ് കമ്പനിക്ക് കൊടുക്കുന്ന സമയത്ത് കമ്പനി അതിന് ഇക്വലന്റ് ആയിട്ടൊരു ഇൻകം ഹൗസ് ഹോൾഡിന് കൊടുക്കുക. അതിന് സാലറി, വേജ്, ഇൻകം, പല പേരുകൾ പറയും. ഇനി ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു, ആക്ച്വലി ഈ കമ്പനിക്ക് കിട്ടുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിലൂടെയാണ് വരുന്നതെന്ന് നമ്മൾ എവിടെ കണ്ടു? സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ. അപ്പൊ അൾട്ടിമേറ്റ്ലി ഇത് ആരുടെ സേവിങ്സ് ആണ്? ഹൗസ് ഹോൾഡിന്റെ സേവിങ്സ് ആണ്. ശരിയല്ലേ? അപ്പൊ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സർവീസ് കമ്പനിക്ക് കൊടുത്തപ്പോ ഇൻ റിട്ടേൺ കിട്ടിയ ഇൻകം അല്ലെങ്കിൽ ഫാക്ടർ ഇൻകം ആണ് എന്ത്? ഇൻട്രസ്റ്റ്. ഈ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു സർവീസ് കമ്പനിക്ക് കൊടുക്കുമ്പോൾ ഇൻ റിട്ടേൺ കിട്ടുന്നതാണ് പ്രോഫിറ്റ്. അപ്പൊ 4 രീതികളിലൂടെയാണ് എക്കണോമിയിൽ എന്ത് കിട്ടുന്നത്? ഒരു ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന് ഇൻകം കിട്ടുന്നത്. അപ്പൊ ഈ 4 വേസിലൂടെയുള്ള ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു കമ്പനിയിൽ നടക്കുന്ന ടോട്ടൽ പ്രൊഡക്ഷൻ ആണ്. കാരണം കമ്പനിയിൽ പ്രൊഡക്ഷൻ നടന്നാലല്ലേ ഇവർക്ക് ഈ കറസ്പോണ്ടിങ് ഇൻകം കിട്ടുള്ളൂ. അപ്പൊ ആ പ്രൊഡക്ഷൻ നടക്കുന്നതിനോട് ഇക്വാലന്റ് ആയി ഒരു ഹൗസ് ഹോൾഡിലേക്ക് എത്തുന്ന ഇൻകം ആണ് ഈ ഫാക്ടർ ഇൻകം. അപ്പൊ ഈ ഫാക്ടർ ഇൻകത്തിന്റെ ടോട്ടൽ അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം റിസീവ്ഡ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ടോട്ടൽ ഇൻകം റിസീവ്ഡ് ആണ് ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ ആൻ എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഇതിന്റെ നേരെ കൗണ്ടർ പാർട്ട് ചിന്തിച്ചു നോക്കിയേ. ലാൻഡ് എന്ന് പറയുന്ന ഒരു സർവീസ് റിസീവ് ചെയ്തപ്പോ കമ്പനി കൊടുത്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കമ്പനിയുടെ ചെലവാണ് എന്ത്? റെന്റ്. ശരിയല്ലേ? ഇനി അതേപോലെ ലേബർ എന്ന് പറയുന്ന ഒരു സർവീസ് കമ്പനി വാങ്ങിയപ്പോൾ അല്ലെങ്കിൽ യൂസ് ചെയ്തപ്പോ ലേബർ എന്ന സർവീസിന് കമ്പനി കൊടുത്ത എക്സ്പെൻഡിച്ചർ ആണ് എന്ത്? സാലറി, വേജ് അല്ലെങ്കിൽ ഇൻകം. ഇനി ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സർവീസ് കമ്പനി അക്സെപ്റ്റ് ചെയ്തപ്പോ അല്ലെങ്കിൽ യൂസ് ചെയ്തപ്പോ ഇൻ റിട്ടേൺ കമ്പനിക്ക് ഉണ്ടായ എക്സ്പെൻഡിച്ചർ ആണ് എന്ത്? ഇൻട്രസ്റ്റ്. എന്റർപ്രണർഷിപ്പിന് പ്രോഫിറ്റ്. ഈ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് എന്താ? ഓരോ ഫാക്ടറിനും കമ്പനി സ്പെൻഡ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താ? കമ്പനിയുടെ ഫാക്ടേഴ്സിലുള്ള ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ദിസ് ഈസ് അഗൈൻ, ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി രണ്ടും ഒരു ടേബിളിന്റെ 2 വശം സെയിം അല്ലേ. ഇത് 2 ഈക്വൽ ആന്ന് അറിയാൻ നമുക്ക് വലിയ ടെക്നിക്കാലിറ്റിയുടെ ആവശ്യമില്ലല്ലോ. ഇത് തന്നെയാണ് ഇവിടെ രണ്ടാളുടെ പെർസ്പെക്റ്റീവില് കണ്ടുവന്നുള്ളൂ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവല്ലോ, ഇൻകം മെത്തഡിലൂടെ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്താലും എക്സ്പെൻഡിച്ചർ മെത്തഡിലൂടെ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്താലും സെയിം ആണ്. ഈ ഇൻകം മെത്തഡിനല്ലേ ഇൻഡിവിജ്വലിന്റെ എക്സ്പെൻഡിച്ചറിലേക്ക് പോകുന്നത്? നമ്മുടെ കയ്യിലുള്ള പൈസയല്ലേ നമുക്ക് എടുത്ത് ചെലവാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ ഒബ്വിയസ്ലി പ്രൊഡക്ഷൻ മെത്തഡിൽ കാൽക്കുലേറ്റ് ചെയ്താലും ഇൻകം മെത്തഡിൽ കാൽക്കുലേറ്റ് ചെയ്താലും എക്സ്പെൻഡിച്ചർ മെത്തഡിൽ കാൽക്കുലേറ്റ് ചെയ്താലും ഫൈനലി കിട്ടുന്ന പാരാമീറ്റർ എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് നമ്മളത് പ്രോസസ് ചെയ്ത് നമ്മളത് അനലൈസ് ചെയ്ത് നമുക്കൊരു സെറ്റ് ഓഫ് ഡാറ്റ തന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ്, ആഡ് ചെയ്യാൻ പറഞ്ഞ്, സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞ് എവിടെയൊക്കെ നമ്മൾ തെറ്റിക്കില്ലേ? ഇതേപോലെ കുറെ എറേഴ്സ് ഈ കാൽക്കുലേഷനിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഡാറ്റ കളക്ഷൻ, ഡാറ്റ പ്രോസസ്സിംഗ്, ഡേറ്റ അനാലിസിസ്, ഡാറ്റ സമ്മറൈസേഷൻ, ഒരുപാട് സ്റ്റേജുകളുണ്ട്. ഇതിൽ എന്തിലുള്ള കാൽക്കുലേഷൻ മിസ്റ്റേക്സ് കൊണ്ടാണ് ഈ ഓരോ ടെക്നിക്കിൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെറിയ
ഡിഫറൻസസ് ഒക്കെ ഉള്ള. അൾട്ടിമേറ്റ്ലി അല്ലെങ്കിൽ തിയററ്റിക്കലി വി ആർ എക്സ്പെക്ടിങ് ദി സെയിം വാല്യൂ ഓഫ് ജി ഡി പി ഫ്രം ഓൾ ദി ടെക്നിക്സ് ബിക്കോസ് തിയററ്റിക്കലി എവറി ടെക്നിക് ഗീവ്സ് ദി സെയിം റിസൾട്ട്. ഓക്കെ ആണോ? ഇനി നമ്മൾ ആ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫൈനൽ വാല്യൂ എടുക്കുന്നതിന് നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിവിടെ കാണിച്ചിരിക്കുക. ഇപ്പൊ ഞാനിവിടെ ഒരു പുതിയൊരു വാക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാണ്, വാല്യൂ അഡീഷൻ. വാട്ട് ഈസ് വാല്യൂ അഡീഷൻ? വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേജിലും ഒരു കമ്പനി എത്രത്തോളം വാല്യൂ ആണ് ആ പ്രൊഡക്റ്റിനോട് ചേർത്തിട്ടുള്ളത്, അതിനെയാണ് വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത്. വാല്യൂ അഡീഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന പ്രൈസ് എത്രയാണോ അതിൽ നിന്ന് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർ ഉപയോഗിച്ചിട്ടുള്ള ഇൻപുട്ട് പർച്ചേസ് ചെയ്ത പൈസ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് വാല്യൂ അഡീഷൻ. ഇപ്പൊ ഇത്ര കേട്ടാൽ മതി, എക്സാമ്പിളുകളിലൂടെ പോകുമ്പോൾ കാര്യം മനസ്സിലാവും. ഇത് ആദ്യത്തെ ആള്. ഞാനിവിടെ നമ്മുടെ നേരത്തെ സെയിം കേസ് തന്നെ എടുക്കട്ടെ, ഫാർമറിന്റെ. ഇവിടെ കമ്പനി എ എന്ന് പറയുന്നത് നമ്മുടെ ഫാർമർ എന്താ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ? വീറ്റ്. ഫോർ എക്സാമ്പിൾ പുള്ളി വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. കമ്പനി ബി എന്ന് പറയുന്നത് നമ്മുടെ ബേക്കറി. ആളെന്താണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓക്കെ അല്ലേ? ഈ വാല്യൂ അഡീഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. കാരണം ഇതിൽ നിന്ന് ഞാൻ അടുത്ത പാരാമീറ്ററിലേക്ക് പോകും. ജി വി എ, ഗ്രോസ് വാല്യൂ ആഡഡ്. അതിനാണ് ഇത് പറയുന്നത് കേട്ടോ. ഈ ഫാർമർ എന്ന് പറയുന്ന ആൾ ഇത് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് ഉണ്ടായിരുന്ന ലേബർ ചാർജ്, വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പുള്ളി ഒരുപാട് എഫേർട്ട് അതിലേക്ക് ഇടണ്ട, അതിന് ലേബർ ചാർജ് 100. പുള്ളി ആ വീറ്റ് വിൽക്കുമ്പോൾ പുള്ളി അത് ഉണ്ടാക്കുന്നത് ഒരു റിട്ടേൺ പുള്ളിക്ക് അല്ലെങ്കിൽ ലാഭം കിട്ടാനല്ലേ. പുള്ളി അതിലേക്ക് ചേർത്തിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 400. ഇപ്പൊ 100 + 400 500 റുപ്പീസിന് വീറ്റ് ആർക്ക് കൊടുത്തു? ബേക്കറിക്ക് കൊടുത്തു. അപ്പൊ ഇതിന്റെ മുന്നേ പ്രത്യേകിച്ച് ഇയാൾ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിയതായിട്ട് കാണാനുണ്ടോ? ഇല്ല. ഈ ടൈം എന്ന് പറയുന്നത് 0 ആണ്. ഇപ്പൊ വാല്യൂ അഡീഷൻ ബൈ ഫാർമർ എന്ന് പറയുന്നത് അപ്പൊ എത്രയായിരിക്കും? ഓക്കെ ആണോ? ഇയാൾ പ്രത്യേകിച്ച് ഇൻപുട്ട് എന്തെങ്കിലും വാങ്ങിയതായിട്ട് ഇതിന്റെ മുന്നത്തെ സ്റ്റേജിൽ കാണാനുണ്ടോ? വീണ്ടും റിയാലിറ്റിയിലേക്ക് പോലെ. റിയാലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ പുള്ളി ഫെർട്ടിലൈസർ വാങ്ങിയിട്ടുണ്ടാവും, സീഡ് വാങ്ങിയിട്ടുണ്ടാവും. നമ്മൾ കാര്യം മനസ്സിലാക്കാൻ എപ്പോഴും ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുന്നു എന്നുള്ളൂ. അതുപോലെ പുള്ളിക്ക് ചിലപ്പോൾ PM കിസാൻ സമ്മാൻ നിധി കിട്ടിയിട്ടുണ്ടാവും. ആ കാശ് വെച്ചിട്ടായിരിക്കും പുള്ളി ചിലപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത്. തൽക്കാലം അതൊക്കെ നിങ്ങൾ വിട്ടേക്ക്. നമ്മളെപ്പോഴും ഒരു സിമ്പിൾ എക്സാമ്പിളുകളിലേക്ക് പോവാം. ഇയാൾ പ്രത്യേകിച്ച് മുൻകൂട്ടി ഒന്നും വാങ്ങി കയ്യിൽ വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഇയാള് 0 സ്റ്റേറ്റിൽ നിന്നല്ല ഇയാൾ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുള്ള. ഇപ്പൊ വാല്യൂ ആഡഡ് ബൈ ദി ഫാർമർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ₹500 ആണ്, ലേബർ പ്ലസ് പ്രോഫിറ്റ്. ഈ 500 രൂപയ്ക്ക് വീറ്റ് ആർക്ക് കൊടുത്തു? ബേക്കറിക്കാരന് കൊടുത്തു. ബേക്കറിക്കാരൻ ആ വീറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ബ്രെഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. എത്ര രൂപയ്ക്കാണ് വിറ്റിട്ടുള്ളത്? 1000. പക്ഷെ ആ 1000ന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഓൾറെഡി 500 എന്ന് പറയുന്നത് അയാൾ എന്തിന് പേ ചെയ്തിട്ടുള്ളതാ? വീറ്റിന് പേ ചെയ്തിട്ടുള്ളതാ. ആ 500ന് മുകളിലാണ് പുള്ളിയുടെ ഒരു ലേബർ ചാർജ് 200ഉം പ്രോഫിറ്റ് 300 ആഡ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറിയിട്ടുള്ള? 1000 ആയിട്ട് മാറിയിട്ടുള്ള. ഇപ്പൊ വാല്യൂ ആഡഡ് ബൈ ദ ബേക്കറി എന്ന് പറയുന്നത് അവിടെ എത്രയായിരിക്കും? പ്രൈസ് എന്ന് പറയുന്നത് 1000 മൈനസ് പുള്ളി ഇൻപുട്ട് വാങ്ങാൻ എത്ര രൂപ കൊടുത്തിട്ടുള്ള? 500 മൈനസ് 500. ഇപ്പൊ വാല്യൂ ആഡഡ് ബൈ ദി ബേക്കറി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓക്കെ ആണോ? പ്രശ്നമില്ലല്ലോ. ഇനി ഇത് ഉപയോഗിച്ച് നമ്മുടെ ഈ സെയിം എക്സാമ്പിളിൽ നിന്ന് നമ്മുടെ 3 ടെക്നിക്കിലും GDP കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഫൈനലി എല്ലാത്തിന്റെ ഉത്തരം എന്ത് തന്നെ കിടക്കുന്നത്? 1000. സെയിം അല്ലെ? ഇപ്പൊ നമ്മുടെ അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താ? പ്രൊഡക്ഷൻ മെത്തഡ്. വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ മെത്തഡിലാണ് പ്രൊഡക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ അവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓരോ സ്റ്റേജിലും നടക്കുന്ന വാല്യൂ അഡീഷനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ മെത്തഡിൽ ആഡ് ചെയ്യുക. എന്തായിരിക്കും കാരണം? വാല്യൂ അഡീഷനിൽ അല്ലാതെ ഞാൻ ടോട്ടൽ പ്രൊഡക്ഷൻ എടുത്തതിന് എന്താ ഉണ്ടാവുക? കമ്പനി എ പ്രൊഡക്ഷൻ 500, ഫാർമറിന്റെ പ്രൊഡക്ഷൻ 500, ബേക്കറിയുടെ പ്രൊഡക്ഷൻ 1000, ടോട്ടൽ പ്രൊഡക്ഷൻ 1500. തെറ്റല്ലേ? കാരണം വീറ്റിനെ നിങ്ങൾ ഏതൊക്കെ സ്റ്റേജിൽ കൗണ്ട് ചെയ്തു? വീറ്റിനെ ഒരു 500 ഇത് ഇവിടെയും കൗണ്ട് ചെയ്തു, ഇതിന്റെ ഉള്ളിലും വീറ്റിന്റെ 500 കൗണ്ട് ചെയ്തു. ഡബിൾ കൗണ്ടിങ്. ഈ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ടെക്നിക്കിൽ ഏത് മെത്തഡ് ഉപയോഗിക്കുന്നത്?
വാല്യൂ അഡീഷൻ. ഓരോ സ്റ്റേജിലും എത്രത്തോളം വാല്യൂ അഡീഷൻ ആണ് ഒരു കമ്പനി നടത്തിയത് അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ആരെ ഒഴിവാക്കാം? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസിനെ ഒഴിവാക്കാൻ പറ്റും. ശരിയാണോ? പ്രൊഡക്ഷൻ മെത്തഡിൽ വാല്യൂ ആഡഡ് ബൈ കമ്പനി എ എത്രയാ? 500. വാല്യൂ ആഡഡ് ബൈ കമ്പനി ബി എത്രയാ? 500. ടോട്ടൽ GDP എത്രയാ? ഓക്കെ ആണോ? ഇനി അടുത്തത് ഇൻകം മെത്തഡ്. ഇൻകം മെത്തഡിൽ നമ്മൾ എന്താണ് സം ചെയ്യുക? ഫാക്ടർ ഇൻകം റിസീവ്ഡ് ബൈ എവരിബഡി അല്ലെ? അപ്പൊ ആദ്യത്തെ കേസിൽ നോക്കിയ കമ്പനിയില് ലേബർ എന്ന് പറയുന്നത് ഫാക്ടർ ഇൻകം അല്ലേ? 100. ഇനി ആ ഫാർമർ ആഡ് ചെയ്ത് പുള്ളിയുടെ പ്രോഫിറ്റ് ഫാക്ടർ ഇൻകം അല്ലേ? 400. ടോട്ടൽ ഫാക്ടർ ഇൻകം എത്രയാ? കമ്പനി ബിയിലേക്ക് വാ. ഏതൊക്കെ ഇവിടെ ഫാക്ടർ ഇൻകം ഉള്ള? ലേബറും ഉണ്ട്, പ്രോഫിറ്റും ഉണ്ട്. ഈ 500 രൂപയുടെ വീറ്റിനെ ബ്രെഡ് ആക്കി മാറ്റാൻ പുള്ളിയുടെ ലേബർ ചാർജ് 200, പുള്ളിയുടെ പ്രോഫിറ്റ് 300. ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് എത്രയാ? 200 plus 300, 500. So what is the total GDP? Total factor income 500 plus 500, 1000. പ്രശ്നമില്ലല്ലോ. എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഇയാളെ മാത്രം എടുത്താൽ മതി. ഇയാൾ എത്ര രൂപയ്ക്ക് ബ്രെഡ് മേടിക്കുന്നത്? 1000 രൂപയ്ക്ക്. കറക്റ്റ് അല്ലേ ടെക്നിക്ക്? 3 മെത്തഡിലൂടെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എപ്പോഴും ഏറ്റവും ബേസിക് എക്സാമ്പിൾ എടുക്കുക കേട്ടോ. 3 ടെക്നിക്കിലൂടെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരേ GDP എന്ന് പറയുന്ന ആശയം തന്നെ. പ്രൊഡക്ഷന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ എന്തെടുക്കും? വാല്യൂ അഡീഷൻ ഇൻ ഈച്ച് സ്റ്റെപ്പ് എടുക്കും. ഇനി ഇൻകം ടെക്നിക്കിലാണെങ്കിലോ ടോട്ടൽ ഫാക്ടർ ഇൻകം എടുക്കും. എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾ എത്ര രൂപ പേ ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നു അത്ര എടുക്കും. ഓക്കെ അല്ല? ഇനി അടുത്ത നമ്മൾ കൊണ്ടുവരുന്ന നമ്മൾ ഈ കാൽക്കുലേഷൻ നടത്തുന്നത് പല പല സ്റ്റേജുകളിലായിരിക്കും. ഓരോ സ്റ്റേജിൽ ഇപ്പൊ നമ്മൾ വാല്യൂ അഡീഷൻ നടത്തണമെങ്കിൽ തന്നെ നമ്മൾ കണ്ടു, ഇപ്പോ ഫാർമർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ മെഷർമെന്റ് നടത്തിയിട്ടുണ്ട്. അതിനെ ബേക്കറിയിൽ ബ്രെഡ് ആക്കി മാറ്റുന്ന സ്ഥലത്ത് നിന്ന് മെഷർമെന്റ് നടത്തിയിട്ടുണ്ട്. ആ ബ്രെഡ് വാങ്ങിയ ആളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മെഷർമെന്റ് നടത്തിയിട്ടുണ്ട് അല്ലെ? അപ്പൊ പല സ്റ്റേജിലാണ് നമ്മൾ GDP കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഇപ്പൊ GDP തന്നെ പല മെഷർമെന്റിൽ നമ്മൾ ചെയ്യും. അതിനെയാണ് GDP ഫാക്ടർ കോസ്റ്റ്, GDP മാർക്കറ്റ് പ്രൈസ്, GDP ബേസിക് പ്രൈസ്, അങ്ങനെ പല ഫാക്ടേഴ്സ്. ഇയാളെയാണ് നമ്മൾ ഡെഫിനേഷനിൽ ഉപയോഗിക്കുന്നത്. എന്താണ്? മാർക്കറ്റ് പ്രൈസ് ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ എക്കണോമി. പക്ഷെ നമുക്ക് ഈ പറയുന്ന 2 കാര്യങ്ങളും കൂടി അറിയണം. കാരണം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ വിലയിലല്ല. ഇപ്പൊ ബേക്കറിയുടെ കാര്യത്തില് മൊത്തത്തിൽ 1000 രൂപയ്ക്ക് കൺസ്യൂമറിന് വിറ്റു എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ ട്രൂ പിക്ചർ. അവിടെ ആര് വരും? GST വരും. എന്താണ്? സൊസൈറ്റിക്ക് ഗുണമുള്ള മെറിറ്റ് ഗുഡ്സ് ആണെങ്കിൽ ഗവൺമെന്റ് അതിന് എന്തും കൂടി പ്രൊവൈഡ് ചെയ്യും? സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നു പഠിച്ചിട്ടുണ്ട് അല്ലെ? സിൻ ഗുഡ്സ് ആണെങ്കിലോ? സിൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൊസൈറ്റിക്ക് ഹാംഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ഗവൺമെന്റ് അതിന്റെ മുകളിൽ എക്സ്ട്രാ ടാക്സ് ഇമ്പോസ് ചെയ്യും. ശരിയാണല്ലോ? സബ്സിഡി ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ വില കൂടുമോ കുറയുമോ? കുറയും. ടാക്സ് ഏർപ്പെടുത്തിയാലോ? കൂടും. അപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അപ്പൊ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാ പ്രൊഡക്ഷനും കഴിഞ്ഞ് കമ്പനിയിൽ അത് എത്ര പൈസക്കാണോ നിൽക്കുന്നത് അതിന് ഫാക്ടർ കോസ്റ്റ്. നേരത്തെ ബേക്കറിയുടെ കേസിലാണെങ്കിൽ 1000 രൂപ. പക്ഷെ 1000 രൂപയ്ക്ക് അല്ല ആ കമ്പനി ബിയിൽ നിന്ന് അത് വിൽക്കുക. ഗവൺമെന്റിന്റെ സബ്സിഡി ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും ബ്രെഡ് ആണ് കഴിക്കുന്നത് എന്ന് വിചാരിക്കും. ഇപ്പൊ എല്ലാ ആളുകൾക്കും ബ്രെഡ് വാങ്ങി കഴിക്കണമെങ്കിൽ അത് അഫോർഡബിൾ ആണ്. ഫ്രഞ്ച് റവല്യൂഷന് നടന്നത് എന്തിന്റെ പേരിലാണ്? ബ്രെഡിന്റെ പേരിലാണ്. ശരിയല്ലേ? ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും ബ്രെഡാ കഴിക്കുന്ന വെച്ചാൽ ഗവൺമെന്റ് ഒബ്വിയസ്ലി ബ്രെഡിന്റെ പ്രൊഡക്ഷൻ കൂടുതലാക്കാനും അതിന്റെ പൈസ കുറയ്ക്കാനും ഗവൺമെന്റ് ഒരു സബ്സിഡി കൊടുത്തൂടെ? അപ്പൊ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഈ 1000 രൂപ ഗവൺമെന്റ് പറയാണ് ഓരോ ബ്രെഡ് പാക്കറ്റിന് ഞങ്ങൾ 100 രൂപ സബ്സിഡി നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞാൽ എന്താ ഗുണം? നമുക്കത് മേടിക്കുമ്പോൾ 100 രൂപ കുറച്ചു കൊടുത്താൽ മതി. അപ്പോ ഫാക്ടർ കോസ്റ്റിൽ നിന്ന് മാർക്കറ്റ് പ്രൈസിലേക്ക് എത്തിയപ്പോ എന്ത് വന്നു? ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ളത് 1000 രൂപയ്ക്കാ, വിൽക്കുന്നത് എത്രയ്ക്കാ? 900 റുപ്പീസിനാണ് അല്ലെ? ആ വിൽക്കുന്ന പൈസയെ മാർക്കറ്റ് പ്രൈസ് എന്നും ഫാക്ടറിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ളതിന് എന്ത് എന്ന് പറയും? ഫാക്ടർ കോസ്റ്റ് എന്ന് പറയും. BP എന്ന് പറയുന്നത് നമ്മൾ ടാക്സുകൾ 2 തരത്തിലുണ്ട്. പ്രൊഡക്ഷൻ ടാക്സും പ്രൊഡക്റ്റ് ടാക്സും. സബ്സിഡി 2 തരത്തിലുണ്ട്. പ്രൊഡക്റ്റ് സബ്സിഡിയും പ്രൊഡക്ഷൻ സബ്സിഡിയും. ഒക്കെ ഒരേപോലെ ഇല്ല കേൾക്കാൻ, രണ്ടും രണ്ടാ. ആ ടൈമുകൾ വരുമ്പോൾ വരുന്നതാണ് BP നമുക്ക് കാണാം.
ബേസിക്കലി എഫ് സിയും എം പിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ? ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബേക്കറിയിൽ 1000 രൂപയ്ക്ക് ഇരിക്കുന്ന ബ്രെഡ് എല്ലാ പ്രൊഡക്ഷനും കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ഗുഡ് അല്ലെങ്കിൽ സർവീസിന്റെ ഫാക്ടറിയിലുള്ള പൈസ. വിൽക്കണമെങ്കിൽ എന്ത് വേണം? ഗുഡ്സ് വിൽക്കണമെങ്കിലും സർവീസസ് വിൽക്കണമെങ്കിലും അതിന് മുകളിൽ സബ്സിഡി ഉണ്ടാവാം, അതേപോലെ തന്നെ ടാക്സും ഉണ്ടാവാം. അപ്പൊ എന്തായിരിക്കും ജനറൽ റിലേഷൻ എന്ന് പറയുന്നത്? ഈ രണ്ട് ടേമുകൾ തമ്മിലുള്ള ജനറൽ റിലേഷൻ എങ്ങനെയാ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാലോ? മാർക്കറ്റിൽ വിൽക്കുന്ന പൈസ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന, ഒക്കെ നമ്മൾ സ്വന്തം കൺസെപ്റ്റ് ചെയ്യുന്ന ഫോർമുല എഴുതാം. ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കാം. ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന പൈസ, സബ്സിഡി കിട്ടി കഴിഞ്ഞാൽ മാർക്കറ്റിൽ പൈസ കുറയല്ലേ ചെയ്യാ? അപ്പൊ സബ്സിഡി ഇതിൽ നിന്ന് എന്താവും ചെയ്യാ? ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കണമെങ്കിൽ ആ ടാക്സ് നമ്മൾ വേണ്ടേ? സാധനത്തിന് കൊടുക്കേണ്ട GST ആണെങ്കിൽ ഇപ്പൊ സാധനത്തിന്റെ പൈസ കൂടല്ലേ ചെയ്യാ? ഞാനിവിടെ ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ള വാക്കാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ടാക്സുകൾ രണ്ട് തരത്തിലുണ്ട്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ കാണാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ ഗവൺമെന്റ് ടാക്സ് അടയ്ക്കാൻ പറയുന്നത് എന്നോടായിരിക്കും, ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. എക്സാമ്പിൾ, എന്റെ ഇൻകം ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ടാക്സ് അടയ്ക്കാൻ ഇയാളോടായിരിക്കും പറയണ്ടാവുക, അയാൾക്ക് ടാക്സ് കൊടുക്കുന്നത് ഞാനായിരിക്കും. എക്സാമ്പിൾ, റെസ്റ്റോറന്റിൽ നിങ്ങൾ നേരിട്ട് ഗവൺമെന്റിലേക്ക് GST അടയ്ക്കുന്നുണ്ടോ? കഴിച്ച ഫുഡിന്റെ നിങ്ങൾക്ക് വേണ്ടി ആ പൈസ ആരാണ് അടയ്ക്കുന്നത്? റെസ്റ്റോറന്റ് ഓണറാണ് അടയ്ക്കുന്നത്. പറഞ്ഞത് എന്നോടാ, പക്ഷെ എനിക്ക് വേണ്ടി ടാക്സ് അടയ്ക്കുന്നത് ഇയാളാണ്. മനസ്സിലായോ? രണ്ടും രണ്ടാൾക്കാരാണ്. അതിനെയാണ് ഇൻഡയറക്റ്റ്. അതിനാണ് നമ്മൾ ടാക്സ് ഇൻസിഡൻസ്, ടാക്സ് ബേർഡൻ എന്ന വാക്കുകളൊക്കെ ഭാവിയിൽ പരിചയപ്പെടും. ഈ എക്സാമ്പിൾ ക്ലിയർ ആണോ? ഡയറക്റ്റ് ആണെങ്കിൽ ഗവൺമെന്റ് ടാക്സ് അടയ്ക്കാൻ പറയുന്നത് എന്നോട് തന്നെ, ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത് ഞാൻ തന്നെ. പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, പ്രൊഫഷണൽ ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സോ? ഗവൺമെന്റ് ടാക്സ് അടയ്ക്കാൻ പറയുന്നത് എന്നോടാ, ഞാനാണ് അടയ്ക്കേണ്ടത്, പക്ഷെ എനിക്ക് വേണ്ടി അടയ്ക്കുന്നത് വേറൊരാളായിരിക്കും. അതിന് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. ഓക്കെ അല്ലേ? എക്സാമ്പിൾ ഒന്നും ഇനി കഥ പറയണ്ടല്ലോ. ജനറൽ റിലേഷൻ എന്താ? എവിടെ നിങ്ങൾ മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റ് തമ്മിലൊരു റിലേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ റിലേഷൻ എന്താ? ഇതന്നെയല്ലേ മുകളിൽ കിടക്കുന്ന? എന്താണ് റിലേഷൻ? ഇത് ഏത് ടൈമിന്റെ വേണമെങ്കിലും ആയിക്കോട്ടെ, GDP ആയിക്കോട്ടെ, GV ആയിക്കോട്ടെ, അതേപോലെ തന്നെ GNP ആയിക്കോട്ടെ, NNP. മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള ജനറൽ റിലേഷൻ എന്ന് പറയുന്നത് എന്താ? മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഫാക്ടർ കോസ്റ്റിനോടൊപ്പം ടാക്സ് ആഡ് ചെയ്യും, സബ്സിഡി മൈനസ് ചെയ്യും. ഏത് ടൈമിന്റെ വേണമെങ്കിലും ജനറൽ ഫോർമുല ഉണ്ടാക്കാം. GDPയുടെ ടൈമിലാണെങ്കിൽ അപ്പൊ ആ ഫോർമുല എങ്ങനെയായിട്ട് മാറും? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് മൈനസ് സബ്സിഡി പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ്. നമ്മുടെ എൻറ്റയർ എക്കണോമിക്സിൽ ഇത്തിരി ഡ്രൈ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നാഷണൽ അഗ്രിഗേറ്റർ ഒന്നുമില്ലല്ലോ. ഇതിനേക്കാളും സുഖമാണ് എല്ലാ ചാപ്റ്ററും കേട്ടോ. ഓക്കെ, ഇനി ഗ്രോസ് വാല്യൂ ആഡഡ് പുതിയൊരു ടൈമിലേക്ക് നമ്മൾ വരാണ്, GVA. ആദ്യത്തെ എന്റെ ചോദ്യം, വാല്യൂ അഡീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഏത് GDP ടെക്നിക്കിലാണ് നമ്മൾ ഉപയോഗിച്ചത്? 3 ടെക്നിക്ക് പഠിച്ചു: പ്രൊഡക്ഷൻ ടെക്നിക്ക്, ഇൻകം ടെക്നിക്ക്, എക്സ്പെൻഡിച്ചർ ടെക്നിക്ക്. വാല്യൂ അഡീഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഏത് ടെക്നിക്കിലാ? പ്രൊഡക്ഷൻ ടെക്നിക്ക് അല്ലെ? ഇപ്പൊ പ്രൊഡക്ഷൻ ടെക്നിക്കിൽ വാല്യൂ അഡീഷനും കൊണ്ടുവരാനുള്ള കാരണം എന്തായിരുന്നു? വൈ ഇന്റർമീഡിയറി ഗുഡ്സിന്റെ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്തെടുത്തിട്ടുള്ള വാല്യൂ അഡീഷൻ ഉള്ളത്. ഇപ്പൊ GDP പ്രൊഡക്ഷൻ ടെക്നിക്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ ആണ് എന്ത്? എന്തിനാ പഠിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് കുറെ പാരാമീറ്റർ ഒന്നല്ല. GDP പ്രൊഡക്ഷൻ ടെക്നിക്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ ആണ് എന്ത്? GVA, ഗ്രോസ് വാല്യൂ ആഡഡ്. ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ പ്രൊഡക്ഷൻ മെക്കാനിസത്തിൽ അല്ലെങ്കിൽ എക്കണോമിയിൽ ഓരോ സ്റ്റേജിലുള്ള വാല്യൂ അഡീഷൻ ആഡ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രോസ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ GVA എന്ന് പറയുന്നത്. ഈ GVAയിൽ നിന്ന് നമ്മൾ പതുക്കെ GDP എന്ന് പറയുന്ന ഒരു ടൈമിന്റെ കാൽക്കുലേഷനിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. ബാക്കി ഇൻകം ടെക്നിക്ക് എടുത്താലും എക്സ്പെൻഡിച്ചർ ടെക്നിക്ക് എടുത്താലും ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നില്ല. ഡബിൾ കൗണ്ടിങ് ഏതിൽ വരുന്നില്ല? ഇൻകത്തിലും വരുന്നില്ല, എക്സ്പെൻഡിച്ചറിലും വരുന്നില്ല. അതുകൊണ്ടാണ് GVA പോലെയുള്ള വേറൊരു പാരാമീറ്റർ ഈ രണ്ട് ടെക്നിക്കിൽ ഞാൻ പഠിപ്പിക്കാത്തത്.
പക്ഷെ പ്രൊഡക്ഷനിൽ എപ്പോഴും എന്ത് വരുന്നുണ്ട്, കുറെ ഇന്റർമീഡിയറി ഗുഡ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രൊഡക്ഷൻ ടെക്നിക്കിലൂടെ GDP കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരാളെ പഠിക്കുന്നത്. അയാളുടെ പേരാണ് ഗ്രോസ് വാല്യൂ അഡീഷൻ. ഈ ഗ്രോസ് വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ GVA-യും GDP-യും തമ്മിൽ എനിക്കൊരു റിലേഷൻ കണ്ടുപിടിക്കണം. ഈ രണ്ടാളുകൾ തമ്മിൽ എനിക്കൊരു റിലേഷൻ കണ്ടുപിടിക്കണം. ഈ രണ്ട് ടേമുകൾ തമ്മിൽ ഒരു റിലേഷനിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ എനിക്ക് അവിടെ രണ്ട് തരത്തിലുള്ള ഡിസ്കഷൻ വേണം. ഒന്ന് സബ്സിഡിയെ കുറിച്ചുള്ള ഡിസ്കഷനും വേണം, ഇൻഡയറക്റ്റ് ടാക്സിനെ കുറിച്ചുള്ള ഡിസ്കഷനും വേണം. ടാക്സിനെയും സബ്സിഡിയെയും ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. ഇതൊക്കെ ചോദ്യം ചോദിക്കാൻ പൊട്ടൻഷ്യലുള്ള ഏരിയ ആണ്. എന്താണെന്നറിയോ, ഇതൊക്കെ ഒരേപോലെ ഇല്ല. നിങ്ങൾക്ക് കാണുമ്പോഴേ നോക്കിയേ, പ്രൊഡക്ഷൻ ടാക്സ്, പ്രൊഡക്ഷൻ സബ്സിഡി, പ്രൊഡക്റ്റ് ടാക്സ്, പ്രൊഡക്റ്റ് സബ്സിഡി ഒക്കെ ഒരേപോലെ ഇല്ലേ? ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് തരും, സ്റ്റേറ്റ്മെന്റ് 1 and 2. എന്നിട്ട് അവർ ചോദിക്കും വിച്ച് ഓഫ് ദി അബവ് ആർ കറക്റ്റ്. ഇവര് ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് ഡെഫിനേഷൻ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവോ? തെറ്റിക്കല്ലോ. ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. പക്ഷെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇവിടെ എന്താ പ്രൊഡക്ഷൻ, ഇവിടെ എന്താ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റ്. പ്രൊഡക്ഷൻ പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഉള്ളതാണ് ടാക്സ്. സബ്സിഡി ആണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും പറയട്ടെ, ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്ത്. പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ടാക്സും സബ്സിഡിനെയാണ് പ്രൊഡക്ഷൻ ടാക്സ് അല്ലെങ്കിൽ സബ്സിഡി എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം ചെയ്യാനാണ്. കാർ എന്ന് പറയുന്ന പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടാക്സസ് ആണ് പ്രൊഡക്ഷൻ ടാക്സും സബ്സിഡിയും. പക്ഷെ ഫോർഡ് എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യാം, പല എണ്ണം കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യാം, ശരിയല്ല? ഒരു സിംഗിൾ കാറിന് മുകളിലുള്ള സബ്സിഡി അല്ലെങ്കിൽ ടാക്സിനെയാണ് എന്ത് പേര് പറയുക? പ്രൊഡക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സബ്സിഡി. എക്സാമ്പിളിലൂടെ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കാറ് പ്രൊഡ്യൂസ് ചെയ്യണം. കാറ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് അനുവാദം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? പ്രൊഡക്ഷൻ ടാക്സും പ്രൊഡക്ഷൻ സബ്സിഡിയും. ഓരോ കാറ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള ടാക്സും സബ്സിഡിനെയാണ് എന്തെന്ന് പേര് പറയുക? പ്രൊഡക്റ്റ് ടാക്സ്, പ്രൊഡക്റ്റ് സബ്സിഡി. ഡെഫിനിഷൻ വിത്ത് എക്സാമ്പിൾ നോക്കാം. വാട്ട് ഈസ് പ്രൊഡക്ഷൻ ടാക്സ് ഓർ പ്രൊഡക്ഷൻ സബ്സിഡി? ഇപ്പൊ പ്രൊഡക്ഷൻ ടാക്സ് ആണെങ്കിൽ വി ആർ പെയ്ഡ്. ഇവിടെ രണ്ട് വാക്ക് കോമ ഇട്ടിട്ടുണ്ട് കേട്ടോ. ടാക്സ് ആണെങ്കിൽ നമ്മൾ എന്താണ്? ടാക്സ് അടയ്ക്കുകയാണ് ചെയ്യുക. സബ്സിഡി ആണെങ്കിലോ റിസീവ് ചെയ്യാണ് ചെയ്യുക. ഇപ്പൊ പ്രൊഡക്ഷൻ ടാക്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താ? either paid or received are independent on the volume of any goods produced. നമ്മൾ എത്രത്തോളം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതല്ല കാര്യം. നമ്മൾ ആ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ലൈസൻസ് ഒരാൾക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയുക? പ്രൊഡക്ഷൻ ടാക്സ് അല്ലെങ്കിൽ സബ്സിഡി എന്ന് പറയും. എക്സാമ്പിളിലേക്ക് വരാം. ടാറ്റയ്ക്ക് കാറ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാക്ടറി സ്ഥാപിക്കണം അല്ലെ? ഫാക്ടറി സ്ഥാപിക്കണമെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഫാക്ടർ ഏതാ? ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ. ലാൻഡ് വേണം. ലാൻഡ് മേടിക്കുന്ന സമയത്ത് ആ ലാൻഡ് നമുക്ക് രജിസ്റ്റർ ചെയ്യണ്ടേ? ആ രജിസ്റ്റർ ചെയ്യാനുള്ള ടാക്സിനെയാണ് നമ്മൾ ഇന്ന് സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ടാക്സ്, പല പേരുകൾ ഇട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു സ്ഥലം ആ സ്ഥലം വാങ്ങുന്നത് എന്തിനാ? ഫാക്ടറി. നിങ്ങൾ കുറച്ചും കൂടി ആൻസർ പറയാൻ നോക്ക്. ആ സ്ഥലം വാങ്ങുന്നത് ഫാക്ടറി ഉണ്ടാക്കാനല്ല. ഞാൻ അവിടെ 10 കാർ ഉണ്ടാക്കിയാലും 100 കാർ ഉണ്ടാക്കിയാലും 10,000 കാർ ഉണ്ടാക്കിയാലും ഗവൺമെന്റിന് വിഷയമല്ല. ഗവൺമെന്റ് അവിടെ ടാക്സ് അടപ്പിക്കുന്ന എന്തിനാ? സ്ഥലത്തിനല്ലേ. അപ്പൊ നിങ്ങൾ എത്ര വോളിയം കാർ ഉണ്ടാക്കിയാലും നിങ്ങൾ അവിടെ കാർ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഗവൺമെന്റിന് പ്രശ്നമില്ലല്ലോ. ഈ പ്രൊഡക്ഷൻ ടാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ഓഫ് വോളിയം ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ്. സബ്സിഡി നോക്കിയേ. സബ്സിഡീസ് ടു റെയിൽവേസ് ട്രാൻസ്പോർട്ടേഷൻ. ഗവൺമെന്റ് ഒരു വർഷം ഇത്ര രൂപ 1000 crore അല്ലെങ്കിൽ 1500 crore ആണ് റെയിൽവേയിലേക്ക് കൊടുക്കുക. റെയിൽവേ ആ കാശ് ഉപയോഗിച്ച് ഒരു വർഷം 100 കോടി ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്താലും 50 കോടി ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്താലും 10 കോടി ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്താലും കോവിഡ് കാരണം ആ വർഷം ഒരാളെ ട്രാൻസ്പോർട്ട് ചെയ്തില്ലെങ്കിലും 1000 കോടിയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. അല്ലാതെ ട്രാവൽ ചെയ്യുന്ന ഓരോ പാസഞ്ചറി തല എണ്ണ എടുത്തിട്ടല്ല എന്ത് കൊടുക്കുന്നത്? സബ്സിഡി കൊടുക്കുന്നത്. ദാറ്റ് ഈസ് എത്ര ആൾക്കാരെ ഇൻഡിപെൻഡന്റ് ഓഫ് എനി പേഴ്സൺ ഈസ് ട്രാവൽഡ്, government will provide a particular amount of subsidy, which is called kind of subsidy is called production subsidy. പ്രൊഡക്ഷൻ എന്ന വാക്കുണ്ട്. അതിന് എന്ത് മീനിങ്? ടാക്സോ സബ്സിഡി ആയിക്കോട്ടെ, ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി വോളിയം ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് പ്രൊഡ്യൂസ്. ഇപ്പൊ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും.
ഒരു ഫിക്സഡ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട ടാക്സ് ആണ് പ്രൊഡക്റ്റ് ടാക്സ്. ഒരു ഫിക്സഡ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടാക്സിനെ സബ്സിഡിനെയാണ് എന്തെന്ന് പേര് പറയാം? പ്രൊഡക്റ്റ് സബ്സിഡി. എക്സാമ്പിൾ പറയാം, നിങ്ങൾ പെട്രോൾ അടിക്കുന്ന ആൾക്കാരല്ലേ? പെട്രോളിന്റെ പൈസയുടെ സ്പ്ലിറ്റ് നിങ്ങൾ ഗൂഗിൾ എപ്പോഴേലും നോക്കിയിട്ടുണ്ടോ? നോക്കിക്കഴിഞ്ഞാൽ കാണാം, 1 ലിറ്റർ പെട്രോളിനാണ് ഇത്ര പൈസ, ഇത്ര എക്സൈസ് ഡ്യൂട്ടി, ഇത്ര വാറ്റ്, ഇത്ര സെൻട്രൽ ടാക്സ്, ഇത്ര സ്റ്റേറ്റ് ടാക്സ് എന്നുള്ളത്. അത് എപ്പോഴും എത്രയൊക്കെയാണ്? നിങ്ങൾ 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുക, അല്ലെങ്കിൽ 10 ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓരോ ലിറ്ററിലും ഈ ടാക്സ് ഉണ്ടാവും. ശരിയല്ലേ? അല്ലാതെ മൊത്തത്തിൽ നിങ്ങൾ ഒരു ടാക്സ് അടയ്ക്കില്ലല്ലോ. 1 ലിറ്റർ പെട്രോളിനാണ്, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി ഓഫ് പെട്രോളിനാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നത്. ഓക്കെ ആണോ? ക്വാണ്ടിറ്റി ഓഫ് പെട്രോൾ. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ഇന്നത്തെ ആ റേറ്റ് ഞാനൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കൃത്യമായിട്ട്. 106. ഇപ്പൊ പെട്രോളിന് ഒരു ₹106 ആണെന്ന് വിചാരിക്കും. ആക്ച്വലി പെട്രോൾ എന്ന് പറയുന്ന ഒരു കൊമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചെലവ് എത്ര ഉണ്ടാവുള്ളൂ? 50 or 60 രൂപ ഉണ്ടാവുള്ളൂ. ബാക്കി 40 രൂപ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഒരു ടാക്സ് ഉണ്ടാവും, സെന്ററിന്റെ ടാക്സ് ഉണ്ടാവും. ഇത് 1 ലിറ്റർ പെട്രോളിനാ. വീണ്ടും നിങ്ങൾ 1 ലിറ്ററും കൂടി പെട്രോൾ അടിക്കുകയാണെങ്കിലോ അടുത്ത 1 ലിറ്ററിലും ഈ ടാക്സ് അടയ്ക്കണം. വീണ്ടും 1 ലിറ്ററും കൂടി പെട്രോൾ അടിക്കുന്നുണ്ടെങ്കിലോ അടുത്ത 1 ലിറ്ററിലും ഈ ടാക്സ് അടയ്ക്കണം. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദി വോളിയം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇറ്റ് ഈസ് കോൾഡ് പ്രൊഡക്ഷൻ സബ്സിഡി ആസ് വെൽ ആസ് ദി പ്രൊഡക്ഷൻ ടാക്സസ്. സബ്സിഡിക്ക് എക്സാമ്പിൾ പറയട്ടെ. ഗവൺമെന്റിന്റെ ഫെർട്ടിലൈസർ സബ്സിഡി, യൂറിയ സബ്സിഡിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? ഒരു ബാഗ് യൂറിയക്കാണ് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നത്. ഇപ്പൊ ഒരു ബാഗ് യൂറിയക്ക് ഫോർ എക്സാമ്പിൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാശ് 800 രൂപയാന്ന് വിചാരിക്കുക. ഗവൺമെന്റ് 200 രൂപ സബ്സിഡി കൊടുക്കും. ഒരു ബാഗിന് 200 രൂപ സബ്സിഡി എന്ന് പറയുമ്പോൾ എത്രയാ? 800 രൂപ ഒരു ബാഗിനുള്ള യൂറിയ ഫാർമറിന് എത്ര രൂപയ്ക്ക് കിട്ടും? 600 രൂപയ്ക്ക് കിട്ടും. പുള്ളി വീണ്ടും ഒരു ബാഗും കൂടി മേടിച്ചാലോ? അഗെയിൻ ഓരോ ബാഗിനും അല്ലെങ്കിൽ ക്വാണ്ടിറ്റിക്കാണ് ഗവൺമെന്റ് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നത്. നേരത്തെ അതായിരുന്നോ സിറ്റുവേഷൻ? അല്ല. മൊത്തത്തിൽ പ്രൊഡക്ഷന് വേണ്ടി എന്താണ് ടാക്സ്? മൊത്തത്തിൽ പ്രൊഡക്ഷന് വേണ്ടി എന്താണ് സബ്സിഡി? അതാണ് എന്ത്? പ്രൊഡക്ഷൻ ടാക്സ്, പ്രൊഡക്ഷൻ സബ്സിഡി. വാട്ട് ഈസ് ദി ജനറൽ ഫീച്ചർ? ഇൻഡിപെൻഡന്റ് ഓഫ്, വാട്ട് ഈസ് ദി ജനറൽ ഫീച്ചർ? ഇൻഡിപെൻഡന്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് പ്രൊഡ്യൂസ്. പ്രൊഡക്റ്റ് ആണെങ്കിലോ അതിന് നമുക്ക് എന്തെന്ന് വേണമെങ്കിൽ പറയാം? സ്പെസിഫിക് ടാക്സ് എന്ന് പറയാം. എത്ര ക്വാണ്ടിറ്റി, ഓരോ യൂണിറ്റ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ സബ്സിഡി റിസീവ് ചെയ്യുന്നത്. ഓക്കെ ആണോ? എളുപ്പല്ലേ? നമുക്ക് ഇനി ഈ പറയുന്ന പ്രൊഡക്റ്റ് ടാക്സും പ്രൊഡക്റ്റ് സബ്സിഡിയും പ്രൊഡക്ഷൻ ടാക്സും പ്രൊഡക്ഷൻ സബ്സിഡിയും GVയിലേക്ക് പതുക്കെ കൊണ്ടുവരാണ്. എന്തിലേക്ക്? GVAയിലേക്ക് കൊണ്ടുവരും. ആ GVAയിലേക്ക് കൊണ്ടുവന്ന അതിനെ പതുക്കെ ഞാൻ ആരായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്? GDP ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ ആളെ ഞാൻ പരിചയപ്പെടുത്താണ്. ഇപ്പൊ 2 പാരാമീറ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചു, ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും. രണ്ടും എന്താ? വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യും. എന്താണ് ഈ ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും? ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള പൈസ. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫൈനലി മാർക്കറ്റിൽ നമുക്ക് അത് എത്ര രൂപയ്ക്കാണ്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും? പലതരം സബ്സിഡീസ് ഉണ്ടാവും, പലതരത്തിലുള്ള ടാക്സസ് ഉണ്ടാവും. ദാറ്റ് ഈസ് MP ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് ടാക്സസ് മൈനസ് സബ്സിഡി. അപ്പോൾ ടാക്സും സബ്സിഡി ഉണ്ട് അല്ലെ? ടാക്സ് 2 തരമുണ്ട്, സബ്സിഡി 2 തരത്തിലുണ്ട്. അപ്പൊ പുതിയൊരു ടൈം അതിന്റെ ഇടയിലേക്ക് ഞാൻ കൊണ്ടുവരാണ്. ആര്? BP, ബേസിക് പ്രൈസ്. ഓക്കെ ആണോ? 2 തരത്തിലുള്ള ടാക്സ് ഉണ്ട്, 2 തരത്തിലുള്ള സബ്സിഡി ഉണ്ട്. ഇന്റർമീഡിയറ്റ് ആയിട്ട് പുതിയൊരു ടൈം. ആ ഫ്ലോ മനസ്സിലാക്കാട്ടോ. അപ്പൊ ഈ BP എന്ന് പറയുന്നത് ആരുടെ ഇടയിലായിരിക്കും? FCയിൽ നിന്ന് MP എത്താൻ വേണ്ടി അതിന്റെ ഇടയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള അടുത്തൊരു ടൈമാണ് എന്ത്? ബേസിക് പ്രൈസ് BP. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദി എക്കണോമിക് ഫ്ലോ. ഓർക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ കാണുമ്പോൾ FC ഏതാ, MP ഏത്, BP ഏത്, ഇത് എവിടെയൊക്കെയാന്ന് ഒരു ഐഡിയ കിട്ടും. FCയിൽ നിന്ന്, ഫാക്ടർ കോസ്റ്റിൽ നിന്ന് എനിക്ക് എവിടെ എത്തണം? മാർക്കറ്റ് പ്രൈസിലേക്ക് എത്തണം. ഒരു സിംഗിൾ ടാക്സും സബ്സിഡി ഉണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് എങ്ങനെ എഴുതാം? നോക്കിയ മക്കളെ, ഇവിടെ 2 തരം ടാക്സും സബ്സിഡിയിൽ ആകെ ഒരു ടാക്സ് ഉള്ളൂ. ആകെ ഒരു ഇവര് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ എഴുതാം. ഇവിടെ ആക്ച്വലി എത്ര തരം ടാക്സ് ഉണ്ട്? 2 തരം ടാക്സ് ഉണ്ട്, 2 തരം സബ്സിഡി ഉണ്ട്. ഒരു ടാക്സും സബ്സിഡി ഉപയോഗിച്ച് ഇവര് തമ്മിലുള്ള റിലേഷൻ ഞാൻ എഴുതും. അടുത്ത ടാക്സും സബ്സിഡിയും ഉപയോഗിച്ച് ഇയാളും തമ്മിലുള്ള റിലേഷൻ എഴുതും. ഓക്കെ ആണോ പരിപാടി? 2 തരം ടാക്സും സബ്സിഡി ഉള്ളത് കൊണ്ടാണ് ഇടയിൽ BP എന്ന് പറയുന്ന ഒരാളെയും കൂടി ഞാൻ അഡീഷണൽ
ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വാട്ട് ഈസ് ബി പി വായിക്കുക ആദ്യം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ഈസ് ബി പി? It is the amount which should be received by the producer for the product after accounting for taxes and subsidies on the product. On the product. Okay അല്ല? ഇക്വേഷനിലേക്ക് മാറ്റാം അതിനെ.